ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നമ്മൾ നോമ്പിൻ്റെ 4-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 ഞായറാഴ്ചകളായി നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തോട് നാം ചേർന്നിരിക്കുകയായിരുന്നു. നമ്മുടെ വിശ്വാസം, ശരണം, സ്നേഹമൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ തിരുഹൃദയ മുറിവിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാം. 4-ാം ഞായറാഴ്ചയിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് കുടുംബത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് നമ്മളെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ലോത്തിൻ്റെ ഭവനത്തിൽ ഒരു സംഭവം നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലോത്തിൻ്റെ ഭവനത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ വിരുന്നിന് വന്ന 2 ദൈവദൂതന്മാരെ നഗരവാസികൾ തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുക. എന്നാൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപയും ഇടപെടലും കൊണ്ട് ആ തിന്മയ്ക്ക് വശമതരാകാതെ ദൈവകൃപയും ചേർന്നുകൊണ്ട് അതിൽ നിന്നും ലോത്തിൻ്റെ കുടുംബത്തെയും ദൈവദൂതന്മാരെയും ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മൾ വിശുദ്ധിയിൽ എത്രമാത്രം വളരണമെന്നും പാപത്തിൽ നിന്ന് എത്രമാത്രം അകന്നിരിക്കണമെന്നും നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണത്. വീണ്ടും നമ്മൾ സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, സർവസമ്പന്നനായ ദാവീദ് രാജാവ് സൗന്ദര്യത്തിൽ മതിമറന്ന് പാപത്തിന്റെ വഴിയിലേക്ക് ചായുന്നത്. തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരുവാനും അനുതാപത്തിന്റെ മാർഗം സ്വീകരിക്കുവാനും നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ദൈവസ്നേഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പശ്ചാത്താപത്തിന്റെയും മാനസാന്തരത്തിന്റെയും വഴിയിലേക്ക് കടന്നു വരാൻ ദാവീദ് മനസ്സാകുന്നതും നാം കാണുകയാണ്. പാപത്തിൽ നിന്ന് നാം അകന്നിരിക്കാനും വിശുദ്ധിയിലേക്ക് വളരാൻ എത്രമാത്രം നമ്മെ തന്നെ ബലം ചെയ്യണമെന്നും ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് യുവസഹജമായ നമ്മളുടെ എല്ലാ വികാരങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ഈശോയുടെ തിരുമനസ്സിനോട് ചേർന്ന് നിൽക്കുവാനാണ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ ശരീരങ്ങളെ പരിശുദ്ധവും സ്വീകാര്യവും സജീവവുമായ ഒരു ബലിയായി കർത്താവ് നമുക്ക് സമർപ്പിക്കണമെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നാം ബോധപൂർവം വിമുക്തരാക്കേണ്ടിയിരിക്കുന്നു. ഈ വചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മോട് പറയുന്നത് കർത്താവിന്റെ തിരുമനസ്സിനോട് യോജിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മെ തന്നെ, നമ്മുടെ അവയവങ്ങളെയൊക്കെ കർത്താവിന് സമർപ്പിച്ച് ആ സ്നേഹം നമ്മുടെ ഓരോ അവയവങ്ങളിലേക്കും ഒഴുക്കി വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ആഹ്വാനമാണ് നാം അവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ വീണ്ടും നാം കാണുന്നത് കുടുംബത്തിലെ വിശുദ്ധി, ലൈംഗിക വിശുദ്ധിയെക്കുറിച്ചാണ്. നമ്മുടെ അവയവങ്ങളെ പാപത്തിന് അടിമകളാക്കാതെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യത്തിൽ നമ്മുടെ അവയവങ്ങളെ കാത്തു പരിപാലിച്ച് വിശുദ്ധിയിൽ അനുനിമിഷവും അനുദിനവും മുന്നോട്ട് പോകാനുള്ള ഒരു ആഹ്വാനമാണ് ഈ വചനത്തിലൂടെ നാം കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. തിരുസഭാ മാതാവ് ആഗ്രഹിക്കുന്നതും ദൈവജനത്തിന്റെ സഭാമക്കളുടെ വിശുദ്ധിയാണ് എന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ നോമ്പുകാലം കർത്താവിന്റെ പീഡാനുഭവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മെ തന്നെ പരിശുദ്ധരായി ജീവിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഓർത്തു പോവുകയാണ്. കള്ളൻ വീണ്ടും വാതിൽക്കൽ കിട്ടുമ്പോൾ ഇനിയും അവൻ അകത്ത് പ്രവേശിച്ചിട്ടില്ല എന്നാണല്ലോ അർത്ഥമാക്കുന്നത്. അതുപോലെ പ്രലോഭനങ്ങളും പാപത്തിനുള്ള സാഹചര്യങ്ങളും ഒക്കെ കർത്താവിന്റെ കൃപ ഇനിയും നമുക്കായി കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നമ്മെ തന്നെ ആ കൃപയോട് ഉൾച്ചേർത്ത് വെക്കാൻ വേണ്ടി നമ്മളുടെ ശരീരങ്ങളെ പരിശുദ്ധവും സജീവവും സ്വീകാര്യവുമായ ഒരു ബലിയായി തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുള്ള കൃപ ഈശോനാഥൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.